ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എനിക്കാണെങ്കിൽ ആ അപകടത്തെ കുറിച്ച് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ മറന്നുപോയി. നീ വെറുതെ ആവശ്യമില്ലാത്ത കാര്യമൊന്നും ചെഞ്ഞെടുക്കാനൊക്കെ നീ കാര്യം നോക്ക് പോടാ. എനിക്ക് വേറെ പണിയുണ്ട്. അച്ഛാ, അവന്റെ കണ്ണ് നിമ വെട്ടുന്നതിന്റെ അർത്ഥം പോലും തിരിച്ചറിയാവുന്ന ആളല്ലേ അമ്മ. നമ്മുടെ പൊന്നുമോള് വർഷമോള് നമ്മളെയൊക്കെ ഉപേക്ഷിച്ചു പോയെന്നാ അവൻ പറഞ്ഞത്. അച്ഛമ്മയെന്ന് വിളിച്ചോടി വന്ന് കുസൃതികൾ കാണിക്കാനും അമ്മയെ ദേഷ്യം പിടിപ്പിച്ചും പൊട്ടിച്ചിരിപ്പിക്കാനും ഇനി വർഷമോള് വരില്ലെന്നാ അവൻ പറഞ്ഞത്. അത് തിരിച്ചറിയാനുള്ള ശേഷിയെങ്കിലും ദൈവം അമ്മയ്ക്ക് തന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ വെറുതെ കണ്ണീരൊഴുക്കാതെ ഉച്ചത്തിലൊന്ന് കരയണ്ട അമ്മ. അമ്മയെല്ലാം കാണുന്നുണ്ട്, അറിയുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ പറയാൻ നാവ് പൊങ്ങുന്നില്ല. എന്തൊക്കെയോ അമ്മയെ കൊണ്ട് പറയിക്കുന്നതിനായിരിക്കും ഈ അവസ്ഥയിൽ കടത്തിയിരിക്കുന്നത്. അമ്മ, അന്ന് രാത്രി വിക്രമന്റെ വീട്ടിൽ എന്താ സംഭവിച്ചത്? വയറ്റിൽ കിടന്ന് കുഞ്ഞ് നശിക്കത്തക്ക വിധം എന്താകാതെ വർഷയ്ക്ക് സംഭവിച്ചത്? ശരീരവും ചലിക്കാൻ കഴിയാത്ത വണ്ണം അമ്മയ്ക്ക് എന്താ സംഭവിച്ച? എന്തെങ്കിലും ഒന്ന് പറയാമ്മ. ചന്ദ്രു പറഞ്ഞത് ശരിയാ. അമ്മയെല്ലാം കാണുന്നുണ്ട്, അറിയുന്നുമുണ്ട്. മനസ്സിലെല്ലാം ഓർത്തെടുക്കുമ്പോഴുണ്ടാകുന്ന ഒരു ഭയം, അത് നമുക്ക് വ്യക്തമായി തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. ഒരു കാര്യം നമുക്ക് ഊഹിക്കാം, എല്ലാ ദുരന്തങ്ങൾക്ക് പിന്നിലും ആരുടെയോ കറുത്ത കരങ്ങളുണ്ട്. അതിനൊക്കെ അമ്മ സാക്ഷിയായിട്ടുണ്ടെന്നിരിക്കാം. അതുകൊണ്ടാ അമ്മ ഇപ്പോഴും ഭയം വിട്ടുമാറാത്തത്. റിസോർട്ടിൽ നിന്നും നമ്മളെല്ലാം യാത്രയാക്കി വിക്രം മാത്രം അവിടെ തങ്ങിയില്ലേ? അതിന്റെ പിന്നിലും എന്തോ. എന്താ മോനെ നിനക്ക് പേഴ്സണലായിട്ട് സംസാരിക്കാനുള്ളത്?
അച്ഛാ ആ അത് അത് അ, രാജു മേനോന്റെ കാർ ആക്സിഡന്റിനെ കുറിച്ചാണ്. ആ ആക്സിഡന്റ് നടന്ന ദിവസം ഞാനും അച്ഛനും കൂടി പഞ്ചായത്ത് ഓഫീസിലേക്ക് കാറിൽ പോകുമായിരുന്നു. ആ അച്ഛൻ പറഞ്ഞതനുസരിച്ച് ഓവർ സ്പീഡിലാണ് ഞാൻ വണ്ടി ഓടിച്ചിരുന്നത്. നല്ല മഴയുണ്ടായിരുന്നു. പെട്ടെന്ന് ബ്രേക്ക് ചെയ്തപ്പോൾ എൻ്റെ കാർ നിയന്ത്രണം തെറ്റി മറ്റൊരു കാറിലിടിച്ചു. കാറിലുണ്ടായിരുന്നവരെ നാട്ടുകാർ ആശുപത്രിയിൽ എത്തിച്ചു. ആശുപത്രിയിൽ അന്വേഷിച്ചപ്പോൾ അപകടത്തിൽപ്പെട്ടവർ പരിക്കൊന്നും കൂടാതെ രക്ഷപ്പെട്ടു എന്ന് അറിഞ്ഞത്. അന്നത്തെ മാനസികാവസ്ഥയിൽ ഞാൻ കൂടുതലൊന്നും അറിയാൻ മെനക്കെട്ടുമില്ല. പക്ഷേ സത്യം അതായിരുന്നില്ലല്ലോ അച്ഛൻ. കാറിലുണ്ടായിരുന്ന അച്ഛന് ആ അപകടത്തിന്റെ വിശദ വിവരങ്ങൾ നന്നായിട്ട് അറിയാം. അതാ എനിക്ക് പറയേണ്ടത്. എടാ അതൊക്കെ നടന്നിട്ട് കാലവും കുറേ ആയില്ലേ? ഇവിടെ റോഡിൽ സാധാരണ നടക്കുന്ന ഒരു ആക്സിഡന്റ് എന്നാണ് പോലീസിന്റെ FIR. ആ കേസ് എന്നേ ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ എടാ വണ്ടി ഓടിക്കുമ്പോഴേ ഇത്തരം ആക്സിഡന്റ് ഒക്കെ സാധാരണയാ. ഇനിയിപ്പോ അതിനെ കുറിച്ചൊക്കെ ആലോചിച്ചിട്ട് നീ ടെൻഷനായിട്ട് എന്താ കാര്യം? മാത്രമല്ല എനിക്ക് പ്രായം കുറെ ആയില്ലേ. എനിക്കാണെങ്കിൽ ആ അപകടത്തെ കുറിച്ച് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ മറന്നുപോയി. നീ വെറുതെ ആവശ്യമില്ലാത്ത കാര്യമൊന്നും ചെഞ്ഞെടുക്കാനൊക്കെ നീ കാര്യം നോക്ക്. പോടാ, എനിക്ക് വേറെ പണിയുണ്ട്. അച്ഛാ ആ ആക്സിഡന്റിനെ കുറിച്ച് പുനരന്വേഷണം നടത്താൻ ACP ഒന്ന് ചാർജ് എടുത്ത വിവരം അച്ഛൻ അറിഞ്ഞില്ലേ? ആ സ്ഥിതിക്ക് ആ കാർ ഓടിച്ചിരുന്ന ഡ്രൈവറെ കുറിച്ച് അന്വേഷണം വന്നാൽ ഞാൻ കുടുങ്ങില്ലേ? അങ്ങനെ നീ പേടിക്കൊന്നും വേണ്ട. ഇനി ഡ്രൈവറെ കുറിച്ച് അന്വേഷണം വന്നാൽ അത് നിന്റെ നേർക്ക് തിരിയായിരിക്കാനുള്ള ഏർപ്പാടുകളെല്ലാം ഞാൻ ചെയ്ത് കഴിഞ്ഞു. ശരിയായിരിക്കാം. അച്ഛന്റെ ഏർപ്പാടുകളെ മറികടന്ന് അന്വേഷണം എനിക്ക് നേരെ തിരിഞ്ഞാലോ? അച്ഛാ, ആ ACP നിസ്സാരക്കാരിയല്ല. എന്തായാലും കേസിന്റെ ഡീറ്റെയിൽസ് എനിക്ക് അറിയണം. അത് അച്ഛൻ പറഞ്ഞേ പറ്റൂ. ഓടാ, ചുമ്മാ വെറുതെ. അച്ഛാ പ്ലീസ് അച്ഛാ, അച്ഛാ പ്ലീസ്.